ജുഹു ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ ജുഹു ബീച്ചിൽ ഇവിടെ വെച്ചാൽ പാനിപൂരി, ബേൽപൂരി, മസാലപ്പൂരി അതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് എന്ന് അവർ പറയുന്നത്. അത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. വേറെ ബീച്ചിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഛത്രപതി ശിവാജീൻ്റെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാച്ചു കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ ബീച്ചിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ കണ്ടു നിങ്ങളുണ്ടോ. ഇതാണ് ഫുഡ് സ്ട്രീറ്റ് കേട്ടോ. ഫുഡ് സ്ട്രീറ്റ് അല്ല, ഇവിടെ ഫുള്ള് ഈ പൂരി, ഞാൻ പറഞ്ഞില്ല പൂരീൻ്റെ മസാലകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ആങ്സൈറ്റി ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ആൾക്കാർ കൂടുതലൊക്കെ പോയിട്ട് കഴിക്കണം. വാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്നാ കഴിക്കാന്ന് വെച്ചാൽ ഒന്നും തീരുമാനിച്ചില്ല, അറിയില്ല. എല്ലാം പോയി നോക്കാം, എന്നിട്ട് നമുക്ക് എന്തും കഴിക്കാം. നല്ല രസമില്ലേ കാണാല്ലേ? കുറേ സ്കൂൾ കുട്ടികളെ നേരത്തെ ഇരുത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? നമുക്ക് അവിടെ ഒരു കൂപ്പൺ തന്നെ, സ്റ്റാൾ നമ്പർ പറഞ്ഞിട്ടാ കൂപ്പണ്. ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ ഇവരെ ഇവിടെ പോണ്ടിട്ട് വരുത്തിയാണ്. ഞാനെന്തെങ്കിലും നടക്കുന്നത്, സത്യം പറഞ്ഞത് എവിടുന്ന് എന്താ കഴിക്കണ്ടേന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ നടക്കുന്നത്. ഇതൊരു മെനു നോക്കാം. നല്ല റേറ്റ് കേട്ടോ, നല്ല റേറ്റ്. നമുക്ക് ഇവിടെ തന്നെ നല്ല റേറ്റാണ്, അതുകൊണ്ട് നമുക്ക് അടുത്ത വീട്ടിൽ പോയി നോക്കാം കേട്ടോ. റേറ്റ് ഈ റേറ്റിന് ഉണ്ടാവുമായിരിക്കുമല്ലോ അടി, പക്ഷെ നമുക്ക് ബീച്ചൊന്ന് കാണാം. कितना पैसे? 100 रुपीज़. कितना भैया? ₹100 ഇവിടെ. നമ്മളൊരു സ്പ്രിങ്കിൾ മേടിച്ചേട്ടോ. സ്പ്രിങ്കിൾ മേടിച്ച സമയത്ത് വെച്ചാൽ ഇതിന് പലയിടയ്ക്ക് പല റേറ്റ്. ഇത് ചീസി ആയിട്ടുള്ള സാധനം, ചീസി ഇട്ടിട്ടുള്ള സാധനം ഇത് ഇതുവരെ കഴിച്ച്. അപ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല സാധനം, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വേറെ പല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലയിടയ്ക്ക് പല റേറ്റ്, 140, 150 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇതിന് 110 റുപ്യാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം കഴിയാൻ. കാരണം ഇവരിങ്ങനെ വിളിച്ച് കയറ്റി, ഞാനിത് പറയണ്ടേ, വേറെ ഒന്നും കഴിക്കുന്നതെന്ന് ഞാൻ എടുക്കുന്നില്ല, കാരണം വയർ ഓൾറെഡി ഫുള്ളാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇവർ വിളിച്ച് കയറ്റും. അപ്പോൾ അത് കണ്ടിരിങ്ങനെ കയറി പോരും. മെനു കാർഡ് നോക്കുക, മെനു കാർഡ് നോക്കിയിട്ട് മാത്രം. പല റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് ഓരോ സാധനത്തിന്. പാവ് ബജിക്ക് മറ്റേനൊക്കെ പല ഡിഫറൻസ് റേറ്റ് ഉണ്ട്. സാധനം കുഴപ്പമില്ലല്ലോ, രസമുണ്ട്. ഇവിടെ വെച്ചാൽ ബീച്ചിൻ്റെ സൈഡിൽ കണ്ടില്ല, ഇതിങ്ങനെ പായ് വിരിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവർ വന്നിരിക്കുന്നതല്ല, ഈ ഷോപ്പുകാർ ഇട്ടതാണ്. ഇവിടെ സ്റ്റാളൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റാളാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ ഇങ്ങനെ പായ് കൊണ്ടുപോയി വിരിച്ചിടും. അവിടെ ഇവരെന്നെ ആൾക്കാർ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്. നിങ്ങൾ ഒരാൾക്കാർ വരെ വൃത്തിയാക്കും. അപ്പോൾ ഇവിടെ ഇവരെ വന്നിട്ട് ഓർഡർ എടുക്കുക ചെയ്യാം. ഇതെങ്ങനെ ഓരോ സ്റ്റാളിൻ്റെ മുമ്പിൽ അവരവരിങ്ങനെ പായ് വിരിച്ചുകൊണ്ടിട്ട്, ചില സ്റ്റാളിൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ ചെയറുണ്ട്. ഇത് ബീച്ചിൻ്റെ വ്യൂവിലുള്ള സൈഡൊക്കെ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ മുംബൈ യാത്രയിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എന്താ പറയുക, ജീവിതങ്ങൾ പലതാണ്.
ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. മുംബൈ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ പോലും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മുംബൈ. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു റൂമിന് തന്നെ 3000 റുപ്യൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ 500 രൂപേൻ്റെ റൂം ഉണ്ടാവില്ല, അതിനാണ് ഇവിടെ 3000 റുപ്യ പറയുന്നത് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച കാര്യം എന്താണെന്നറിയോ? ഭാഷ അറിയില്ലെങ്കിൽ നമുക്ക് നിൽക്കാം. ഞാൻ ഭാഷ അറിയാണ്ട് ഇതേപോലെ പെട്ടുപോയില്ല. കാരണം വെച്ചാൽ ഞാൻ ബാംഗ്ലൂരൊക്കെ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്താണ് കന്നഡ അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് അത്ര കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും അവിടെ അത്യാവശ്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അറിയാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വിളിച്ചു ചോദിക്കാൻ, നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്യുന്നൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയാണ്. ഹിന്ദിയിൽ വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് ഒരു കാര്യം അറിയില്ല, ജസ്റ്റ് കുറച്ച് തോടാ അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറൊന്നും അറിയത്തില്ല. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇവിടുന്ന് ഒരു 2-3 ദിവസത്തെ ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ പെട്ടുപോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ കയറാൻ നോക്കുക. കാരണം ഇവിടെ ഇവിടെ ഹിന്ദി പഠിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം കാര്യങ്ങൾ വിരകുന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ അവിടുന്ന് കുറച്ച് കാരണം കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി. ഹിന്ദി തന്നെ അങ്ങോട്ടേക്ക് സംസാരിക്കാൻ കൂടുതലായിട്ടല്ല കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ലൈഫിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു മനസ്സിലാക്കിയെടുത്തൊരു കാര്യം.